ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. ഒരു മാസത്തോളമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ സ്രാവമീൻ്റെ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനിതാ അവിടെ 1 കിലോ സ്രാവ് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സൈസ് മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ മൂന്ന് മീനായിട്ടുള്ളത്. ചെറിയ സൈസ് സ്രാവ് മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സ്രാവ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചുടുവെള്ളം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ആദ്യം തന്നെ കുറച്ച് ചുടുവെള്ളമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചുടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടേ. നമ്മൾ സ്രാവ് മീൻ മുങ്ങി കിടക്കാനുള്ള രീതിയിലുള്ള വെള്ളമാണ് കേട്ടോ. അത്രക്ക് വെള്ളമാണ്. അപ്പോൾ ഞാൻ അവിടെ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്രാവ് മീൻ ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ചുടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കണ്ടേ. മീനിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഈ 3 മീനും ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ ചുടുവെള്ളത്തിൽ ഇട്ടേക്കാം കേട്ടോ. കുറേ സമയം ഇട്ട് വെക്കണ്ട. ഒരു 1-2 മിനിറ്റ് നേരം ഇട്ട് വെച്ചാൽ മതി കേട്ടോ. കണ്ടില്ല, ഇപ്പം തന്നെ തൊലിയൊക്കെ ഇങ്ങനെ പോരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 1-2 മിനിറ്റ് സമയം ഇട്ട് വെച്ചാൽ തന്നെ തൊലിയൊക്കെ വേഗത്തിൽ പോന്ന് കിട്ടേ. അപ്പോൾ ഇപ്പോൾ 2 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുത്ത് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്ന് എടുത്ത് മാറ്റുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ ഇതിൻ്റെ തൊലി പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ ഒരു കട്ടിംഗ് ബോർഡുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ കത്തിൻ്റെ ഈ മൂർച്ചില്ലാത്ത ഭാഗമല്ലേ, അത് വെച്ചിട്ട് നമ്മളെ ഈ മീനിൻ്റെ തൊലി ഇതുപോലെ ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കുക കേട്ടോ. ഇനി കത്തിക്ക് പകരം വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുത്താലും മതിയിട്ട് വേഗത്തിൽ പോന്ന് കിട്ടുക. ഇപ്പം എൻ്റെ കയ്യിലിപ്പം ടിഷ്യൂ പേപ്പർ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കത്തി കൊണ്ട് ചെയ്യണത്. ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ കത്തി കൊണ്ട് ചെയ്യണേക്കാളും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ തുടച്ച് കൊടുത്താൽ തന്നെ വേഗത്തിൽ പോന്ന് കിട്ടുക. അപ്പോൾ ഞാൻ കത്തിൻ്റെ മൂർച്ചില്ലാത്ത ഭാഗം കൊണ്ട് അതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. തൊലിയൊന്നും എടുത്ത് മാറ്റണ്ടേ. മൂർച്ചുള്ള ഭാഗം കൊണ്ട് ചെയ്യരുത് കേട്ടോ. മൂർച്ചുള്ള ഭാഗം കൊണ്ട് ചെയ്താൽ ഇതിൻ്റെ ഇറച്ചില്ല, അതും കൂടി തൊലിൻ്റെ ഒപ്പം പോരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കത്തിൻ്റെ മൂർച്ചില്ലാത്ത ഭാഗം കൊണ്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണത്. അപ്പോൾ ഞാൻ നമ്മളെ സ്രാവ് മീൻ അവിടെ 2 ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല വെള്ള കളറായിട്ടുണ്ട് കേട്ടോ. ആ കറുത്ത തൊലിയൊക്കെ പോയിട്ട് നല്ല വെള്ള കളറിലായി കിട്ടിയിട്ടുണ്ട്. നല്ല കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ചെകളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണേ. ചെകള കട്ട് ചെയ്ത് ഒഴിവാക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്രാവ് മീനിൻ്റെ ചെകള പറഞ്ഞാൽ നമ്മളെ മറ്റുള്ള മീനിൻ്റെ ചെകളിൻ്റെ പോലല്ലല്ലോ. സ്രാവ് മീനിൻ്റെ ചെകൾ ഇതുപോലെ ഇങ്ങനെ ഇതുള്ള തന്നെ അല്ലേ, ഇറച്ചിനെ ആവുമല്ലോ ഉണ്ടാവുക. അപ്പോൾ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വേണ്ടവർക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് വേണ്ട കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലും അത് കട്ട് ചെയ്യുമ്പോൾ പോരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വെട്ടി കൊടുക്കണേ. കത്രിക കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അടിയിൽ നിന്ന് മുകൾക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ചെകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ. ഇങ്ങനെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ. ഇതിപ്പം ചെറിയ മീനായതുകൊണ്ട് കേട്ടോ, കാണാൻ മാത്രമൊന്നും ഇല്ല കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. കുറച്ചും കൂടി വലിയ മീനാണെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചെറിയ മീനായതുകൊണ്ട് അത്രക്ക് തന്നെ ഭംഗി തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെരിച്ചിട്ട് എല്ലാം മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തല ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തലേൻ്റെ കണ്ണിൻ്റെ മുകൾ ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ണിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ വേസ്റ്റ് ഒന്ന് കളയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. അപ്പോൾ ആദ്യം ഞാൻ തലഭാഗത്തെ ആ ഇതാണ് കേട്ടോ കളയണത്. ഇതുപോലെ കൈ കൊണ്ടൊന്ന് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക, ആ ചെകളിയും ആ ഒരു പാടുണ്ടാവില്ല, വെള്ള കളറിലൊരു പാടൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്തൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കണ്ടേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ വയറ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഒഴിവാക്കിയതിന് ശേഷം വേണമെങ്കിൽ മീൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തെടുക്കണേക്കാളും ഭംഗി ഇങ്ങനെ ആവും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അതേപോലെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത മീൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ.
നമുക്ക് ഈ മീൻ ഞാൻ 2ാം വട്ടം പറഞ്ഞില്ല, ആ രീതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ മീൻ നന്നായിട്ട് അതിൻ്റെ തൊലിയെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ തലൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. കത്തി വെച്ചിട്ട് അതുവരെ ഒന്ന് കീറി കൊടുക്കണ്ടേ. ഇവിടെ ഒരു ദ്വാരം ഉണ്ടാവും, ദ്വാരത്തിൻ്റെ അതുവരെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെന്താ ഈ ഒരു രീതിക്കൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ എടുക്കുന്നത് ഇതിൻ്റെ കരകളാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, കരകൾ ആദ്യം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതത് മീനിൻ്റെ കരകളാണ് കേട്ടോ. ഇത് വേണ്ടവർക്ക് വേണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എടുക്കണമെന്നില്ലേ, വേണ്ടവർക്ക് വേണമെങ്കിൽ ഈ കറിയിലിടാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ള അതിൻ്റെ കുടലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വച്ചിട്ട് ഒഴിവാക്കാം കേട്ടോ. കുടലും അതിൻ്റെ ഉള്ളിലൊരു പാട ഉണ്ടാവും, പാട പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണേ. അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ വേസ്റ്റ് നന്നായിട്ടൊന്ന് എടുത്ത് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ല, നമ്മളെ വേസ്റ്റ് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നേരത്തെ കട്ട് ചെയ്ത പോലെ തന്നെ ഇതുപോലെ അങ്ങ് ചെരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മൾ വയറ് കീറിയതുകൊണ്ട് അത്രക്ക് തന്നെ ഒരു വൃത്തി തോന്നില്ല കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ രീതിയിൽ തോന്നും കേട്ടോ. നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കുമ്പോൾ അങ്ങനത്തെ രീതിയിൽ തോന്നും കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഒന്ന് ചെരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ എന്താ ഈ രീതിക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ വേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. വേസ്റ്റൊക്കെ ആദ്യം തന്നെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നമ്മളെ മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യം കഴുകിയിട്ട് എടുക്കണേ. അപ്പോൾ ഞാനെന്താ നമ്മളെ മീനൊക്കെ അവിടെ നന്നായിട്ട് തന്നെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ല, നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ല വെള്ള കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഈ സ്രാവ് മീൻ ഒരു പച്ചമണാവും കേട്ടോ. മറ്റുള്ള മീനുകളെ പോലെ ആവില്ല ഉണ്ടാവുക, ഒരു പച്ച ചോയും ഒരു വേറൊരു മണമൊക്കെ ഒരു സ്മെല്ലൊക്കെ ആവും കേട്ടോ. അതിന് നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടി എന്തെങ്കിലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എന്താ ട്രിക്ക് എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ മീനിലേക്ക് ഇതുപോലെ കുറച്ച് കുടമ്പുളി എടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 കഷ്ണം എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3 കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത് മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കല്ലുപ്പും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മീനിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മീൻ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ഈ വെള്ളത്തിൽ പുളിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണേ. അപ്പോൾ ഇതാ മീൻ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം കേട്ടോ. ഈ വെള്ളത്തിലൊന്ന് കിടക്കണേ. നല്ലോണം മീനിൻ്റെ ആ പച്ച മണം ഒക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് സമയം ഒന്ന് ഇട്ട് വെക്കണ്ടേ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ മീനിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഒഴിച്ച പോലെ മീനിൻ്റെ മുകളിൽ ഇതുപോലെ നിൽക്കണം കേട്ടോ വെള്ളം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കുടമ്പുളി ഇട്ടതിന് പകരം സുർക്ക ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. 1-2 ടേബിൾ സ്പൂണ് സുർക്ക ഒഴിച്ച് കൊടുത്താലും മതിയേ. ഇപ്പോൾ ഞാൻ ഇവിടെ പുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പുളി ഇല്ലാതിരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാതൊക്കെ ഉണ്ട്. പുളി കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സുർക്ക ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ അതൊരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ നന്നായിട്ട് നോറ്റി കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ മീനൊക്കെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ല, നല്ല കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ മീൻ നല്ല വെള്ള കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ നമ്മളെ സ്രാവ് മീനിൻ്റെ ക്ലീനിങ് വീഡിയോ. ഇനി ഇതിൻ്റെ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരും ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു മാസമായിട്ട് എനിക്ക് ചാനലിൽ വരാനും വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ആരും സപ്പോർട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.